എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കാട്ടുചെടി എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന പെരുവലം എന്നൊരു സസ്യത്തെക്കുറിച്ചാണ്. നമുക്ക് പ്രകൃതി എന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ധാരാളം ചെടികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ചിത്രത്തിലെ ഫോട്ടോ കാണുക. പെരുവലം പറമ്പിലുണ്ടെങ്കിൽ വീട് പണിയാൻ ഉത്തമ സ്ഥലം എന്നാണ് ചൊല്ല്. നിരവധി പേരുകളാൽ കേരളത്തിൽ സുലഭമായി വളരുന്നൊരു സസ്യം പെരുവലം, ഒരുവേരൻ, വട്ടപ്പെരുക്, പെരുക്, പെരുക്കിച്ചെടി എന്നീ നിരവധി പേരുകളിൽ ഈ സസ്യം അറിയപ്പെടുന്നു. ഇവയുടെ വെള്ള നിറത്തിലുള്ള പൂക്കൾ ധാരാളം ശലഭങ്ങളെ ആകർഷിക്കുന്നവയാണ്. പെരുവലം നട്ടിട്ടുള്ള ഭാഗത്ത് അല്ലെങ്കിൽ വളർന്നിട്ടുള്ള ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് നിരവധി വർണ്ണങ്ങളിൽ പല പല ശലഭങ്ങൾ പാറി പറക്കുന്നത് കാണും. ഓഗസ്റ്റ് ഡിസംബർ മാസമാണ് ഇതിൻ്റെ പൂക്കാലമെങ്കിലും നേരത്തെ ഇപ്പോൾ പൂത്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ നിറയെ പൂത്താണ് നമ്മൾ പെരുവലം കാണപ്പെടുക. വാസ്തുശാസ്ത്ര പ്രകാരം പെരുവലം ഉത്തമ ഭൂമി, മനുഷ്യവാസത്തിന് ഉത്തമമായ ഭൂമി എന്നാണ് ചൊല്ല്. നമുക്കറിയാം, ഒരു വീട് വെക്കുന്നതിന് നമ്മൾ നിരവധി മാനദണ്ഡങ്ങൾ പാലിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പെരുവലം പൂത്ത് കിടക്കുന്ന സ്ഥലം. യാതൊരു ശുശ്രൂഷയും ഇല്ലാതെ തനിയെ വേര് പിടിച്ച് വളരുന്നു. നമ്മളിത് കാട്ടുചെടിയാണെന്ന് കരുതി പിഴുതെറിയാറുണ്ട്. അല്പം പരന്ന് അറ്റം കൂർന്ന ഇലകളാണ് ഇവയുടെ ഇലകൾ. 3 പതിറ്റാണ്ടുകൾക്ക് മുന്നേ മുത്തശ്ശിമാർ പ്രകൃതി കുഞ്ഞുങ്ങൾക്കായി ഒരുക്കിയിരുന്ന ഒരു ടിഷ്യൂ പേപ്പർ പോലെയാണ് ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ചിരുന്നത്. അതായത് അണുനാശിനി സ്വഭാവമുള്ളതിനാൽ അണുക്കളെ നീക്കം ചെയ്യാൻ ഈ ഇലയുടെ നീര് ഉപയോഗിച്ചിരുന്നു. പ്രസവ ചികിത്സയ്ക്ക് സ്ത്രീകൾക്കായി ഇതിൻ്റെ വേര് ലേശം ഉപയോഗിച്ച് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തിരുന്നു. അങ്ങനെ കഞ്ഞി കുടിച്ചിട്ടുള്ള സ്ത്രീകളിൽ സെർവിക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസർ ഉണ്ടാകാറില്ല എന്നാണ് പറയപ്പെടുക. അതേപോലെ തന്നെ കർഷകർ തെങ്ങിന് ചുറ്റുവിടുന്ന ചാണകക്കുഴികളിൽ അല്ലെങ്കിൽ തെങ്ങിന് ചുവട്ടിലിടുന്ന ചാണകത്തിന് മുകളിൽ ഈ പെരുവലം വേരോടെ പിഴുതു നിർത്തി കൊമ്പൻ ചെല്ലിൽ നിന്നും തെങ്ങിനെ രക്ഷിക്കാറുണ്ട്. അതായത് കൊമ്പൻ ചെല്ലി ചാണകത്തിൽ മുട്ടയിടാറില്ല എന്നാണ് പതിവ്. കേട്ടിട്ടുള്ള പതിവ് അതാണ്. ഈ സസ്യത്തിന് അണുനാശിനി സ്വഭാവം ഉണ്ടെന്ന് അറിയിച്ചുവല്ലോ. അപ്പോൾ പെരുവലത്തിൻ്റെ ഇലയും പൂവും ഇടിച്ചു പിഴിഞ്ഞ് വെള്ളത്തിൽ നേർപ്പിച്ച് നമ്മൾ പച്ചക്കറികളിൽ തളിച്ചു കൊടുക്കാറുണ്ട്. അതിൽ ശൽക്കകീടങ്ങൾ, പുഴുക്കൾ, മീലിമുട്ടകൾ എന്നിവയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഈ സസ്യം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. അത് പൂത്ത് കഴിഞ്ഞാൽ ആ പൂക്കൾ പൂത്ത് കഴിഞ്ഞ പിന്നെ ചുമന്ന ആ കായ് പോലെ കാണപ്പെടുന്ന ഭാഗം നല്ല ഭംഗിയാണ് കാണുന്നത്. നാട്ടുവഴികളിലും റോഡരികിലും വേലിക്കരികിലും ഒക്കെ ഇഷ്ടംപോലെ കാണപ്പെടുന്നൊരു സസ്യമാണിത്. ഇതിൻ്റെ നീര്, തളിരിലയുടെ നീര് കുഴിനഖം ചികിത്സിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. പൈൽസിന് തളിരില അരച്ച് ചേർത്ത് ചെറു ചൂട് വെള്ളത്തിൽ നമ്മളൊരൽപ്പസം ഇരുന്ന് കഴിഞ്ഞാൽ, അങ്ങനെ പതിവായി ഇരുന്ന് കഴിഞ്ഞാൽ പൈൽസിന് ശമനം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അതുപോലെ ഇതിൻ്റെ തളിരില, മൈഗ്രെയിൻ ഉള്ളവർക്ക് അതിൻ്റെ നീര്, തളിരിലയുടെ നീര് അരച്ച് പെരുവിരലിൽ ചുറ്റി നിർത്തിയാൽ മൈഗ്രെയിന് ശമനം ഉണ്ടാകുമെന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ പനിക്ക് ഇല നെല്ലിക്ക വലിപ്പത്തിൽ അരച്ചെടുത്ത് പാലിൽ കഴിച്ചു കഴിഞ്ഞാൽ H1N1 അണുബാധ അകറ്റാൻ സാധിക്കുന്നു. ഇതിൻ്റെ വേര് കഷായത്തിന്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി തുടങ്ങിയവയ്ക്കും അതുപോലെ പാമ്പിൻ വിഷത്തിന് പോലും വളരെ നല്ലതെന്നാണ് അറിയപ്പെടുക. വെള്ള നിറത്തിലുള്ള ഇവയുടെ പൂക്കൾ നന്നായിട്ട് കൊഴിഞ്ഞു കഴിയുമ്പോൾ അതൊരു ചുമന്ന നിറത്തിലായിട്ട് മാറുകയും കാണുന്ന ഉണക്കി ചുമന്ന നിറത്തിലാകുകയും പിന്നെ അത് കൊഴിഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കായോടുകൂടെ ഉണങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം. വളരെയധികം ഔഷധഗുണമുള്ളൊരു സസ്യമാണ്. പ്രമേഹ രോഗികൾക്ക് ഇതിൻ്റെ തളിരില കാട്ടുജീരകവും ചേർത്ത് കഷായം വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ പറമ്പിൽ നിറയെ വളർത്തണമെന്ന് പറയുന്നില്ല, കാടുപോലെ പടരുന്നൊരു ചെടിയാണ്. നിറയെ വളർത്താൻ പറയുന്നില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് 1 or 2. ഓക്കെ, താങ്ക് യു.